വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുമുണ്ട് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിലേക്ക് കൃത്യമായി മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് നോക്കിയാൽ കാണാം നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ലെവലുകൾ കൃത്യമായി റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിരുന്നു ഇന്നലെ. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന്റെ അനാലിസിസ് നോക്കാം. വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നിട്ട് പലതവണ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്നും അതിന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഒരു മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. അതായത് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഒരു റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഏരിയ വളരെ സോളിഡ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ, അതായത് 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അതിന്റെ പ്രൈസ് മാർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവറിലെ പ്രധാനപ്പെട്ട കുറച്ച് റെസിസ്റ്റൻസ് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസും ഒന്ന് നോട്ട് ചെയ്യാം. 108,496, 108,005, 107,424, 106,869, 106,506, 106,074. ഇത്രയാണ് നമ്മൾ 1 അവറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. ആ ഒരു ലെവല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ഈ ലെവലിൽ മാർക്കറ്റ് പലതവണ വന്ന് സപ്പോർട്ട് എടുത്ത് പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലെവലിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 104,206, അതുപോലെ 103,759 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് വരുന്നത് 105,698, അതുപോലെ 105,484 ആണ് വരുന്നത്. ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലെവല്, അതായത് ഈ ഒരു ലെവല് അല്ലെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെൽ എൻട്രി ഉണ്ട്. അതിനെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സെൽ എൻട്രി നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വരെ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി. ഇവിടെ നിന്ന് വീണ്ടും ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അവിടെ നിന്നൊരു ബ്രേക്ക് തരാനും കൂടിയുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ബ്രേക്ക് തരികയാണെങ്കിൽ മാർക്കറ്റിന് ഇത് താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നത്, അല്ലെങ്കിൽ ഒരു ടെൻഡൻസി കൂടുന്നത് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്, ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ആ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാം. കുറച്ചും കൂടി താഴോട്ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഇവിടെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഏറെക്കുറെ ഇവിടേക്കൊക്കെ ടാർഗറ്റ് എത്താവുന്നതാണ്. അതിന്റെ ഉള്ളിൽ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. ഈ ഒരു ലെവലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100,791 ആണ്. അതിന്റെ പരിസരത്ത് ഈ ലെവലിലേക്കൊക്കെ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ലോയിനെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്നതിന് ശേഷം
ആണ് മുകളിലോട്ട് പോയത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് സ്ട്രോങ് ആയിട്ടൊരു പാറ്റേൺ തരികയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി നോക്കാവുന്നതാണ്. അല്ല, മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് തരികയാണ്, മുകളിലോട്ട് ബ്രേക്ക് തരികയാണ്, ഇതിന്റെ മുകളിലോട്ട് ബ്രേക്ക് തരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ നോക്കാവുന്നതാണ്. അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവല്, പിന്നെ ഈ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഇപ്പൊ ഇവിടെയും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെ വന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇത് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് വരെയൊക്കെ ടാർഗറ്റ് കിട്ടാം. അത് കഴിഞ്ഞ് അടുത്ത റെസിസ്റ്റൻസ്, വീണ്ടും അടുത്ത റെസിസ്റ്റൻസിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്ന് BTCയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ട്രേഡ് എടുക്കുമ്പോൾ ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.